നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻ എന്ന് പറഞ്ഞാൽ ആ വേർഡ് മീൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു റിലേഷനാണ്. അവിടെ ഒരു രണ്ട് സെറ്റ് തമ്മിലുള്ള റിലേഷൻ എന്താണോ അതൊരു സെറ്റാക്കി എഴുതുന്നതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സെറ്റ് തമ്മിലുള്ള ബന്ധം എന്താണോ അതൊരു സെറ്റാക്കി എഴുതുന്നതാണ് എന്ത് റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. എ ക്രോസ് ബി എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻ കാണിക്കുന്നത് ക്യാപിറ്റൽ R വെച്ചാണ്. റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. എ ക്രോസ് ബി എന്ന് പറയുന്നതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റ് എ ബി സെറ്റ് ഓഫ് എ ബി സിയും ബി എന്ന് പറഞ്ഞ സെറ്റ് 1 2 ആണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് set of ordered pair A1, ordered pair A2, ordered pair B1, ordered pair B2, ordered pair C1, ordered pair C2. അതായത് ഇവിടെ എങ്ങനെയാണ് എഴുതിയത്? എ എന്ന് പറഞ്ഞ സെറ്റിലെ ഓരോ എലമെൻസും ബി എന്ന് പറഞ്ഞ സെറ്റിലെ ഓരോ എലമെൻസുമായിട്ട് പെയർ ചെയ്ത് എഴുതി. അപ്പം ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനാണ് ഓർഡർഡ് പെയർ എന്ന് പറയുന്നത്. അപ്പം എ ക്രോസ് ബി എയിലെ ഓരോ എലമെൻസും ബിയിലെ ഓരോ എലമെൻസുമായിട്ട് പെയർ ചെയ്ത് എഴുതി. എയിൽ ഫസ്റ്റ് എലമെൻ്റ് ഏതാ? എ. ബിയിലെ ഫസ്റ്റ് എലമെൻ്റായ 1 ആയിട്ടും ബിയിലെ സെക്കൻഡ് എലമെൻ്റായ 2 ആയിട്ടും പെയർ ചെയ്ത് എഴുതി. അപ്പോൾ ഓർഡർഡ് പെയർ A1, ഓർഡർഡ് പെയർ A2. സെക്കൻഡ് എയിലെ സെക്കൻഡ് എലമെൻ്റ് ഏതാ? ബി. ബിയിലെ ഓരോ എലമെൻറ്റ്സ് ബിയിലെ 1 ഉം 2 ആണുള്ളത്. അപ്പം B1 B2. എയിലെ തേർഡ് എലമെൻറ്റ് സി. ബിയിലെ 1 ഉം 2 ആയിട്ട് പെയർ ചെയ്ത് എഴുതി. അപ്പോൾ C1 C2. അതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി ചെയ്തപ്പോഴാണ് നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി കിട്ടുന്നത്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ എത്രയാണ്? 3. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി എത്രയാണ്? 2. 3 × 2 6 ആയിരിക്കും എ ക്രോസ് ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. 1 2 3 4 5 6. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി ആയിരിക്കും. അതായത് സപ്പോസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ എന്ന് പറയുന്നത് m ആണ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി എന്ന് പറയുന്നത് n ആണെങ്കിൽ n ഓഫ് എ ക്രോസ് ബി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് mn ആയിരിക്കും. ഇനി നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 raised to നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് സെറ്റ് ആയിരിക്കും. എ ക്രോസ് ബി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റ് ആണ് റിലേഷൻ. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 raised to നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി ആയിരിക്കും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി mn ആണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് 2 raised to mn ആയിരിക്കും. ഇനി രണ്ട് സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റും ബി എന്ന് പറഞ്ഞ സെറ്റും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ്? റിലേഷൻ ഫ്രം എ ടു ബി ആണ്. എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ള റിലേഷനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ R:(A)R(B). ഇത് റീഡ് ചെയ്യുന്നത് റിലേഷൻ ഫ്രം എ ടു ബി. റിലേഷൻ ഫ്രം എ ടു ബി എന്നാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ റിലേഷൻ ഫ്രം എ ടു ബി എന്ന് എഴുതുന്നത് R:(A)R(B) എന്നാണ്. റിലേഷൻ ഫ്രം എ ടു ബി. ഇനി റിലേഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡൊമെയിനും റേഞ്ചും കോ ഡൊമെയിനും എന്താണെന്നാണ്. ഡൊമെയിൻ റേഞ്ച് കോ ഡൊമെയിൻ എന്താണെന്നാണ്. ഡൊമെയിൻ റേഞ്ച് കോ ഡൊമെയിൻ എന്താണെന്ന് നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് 1 2 3, ബി എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 ആണെങ്കിൽ
റിലേഷൻ ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 1 1 1 3 1 4 2 1 2 2 3 3 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡൊമെയിനും റേഞ്ചും കോഡൊമെയിനും കണ്ടുപിടിക്കും. എ ടു ബി റിലേഷൻ ആകുമ്പം ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് എഴുതുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻറ്റ്സ് ആയിരിക്കും. ദെൻ സെക്കൻഡ് എഴുതുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ എ ടു ബി റിലേഷനാണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതണം. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റ് ഏതാണ് 1 2 3. ബി എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 4. എ ടു ബി റിലേഷനാണ്, എ ടു ബി റിലേഷനാണ്. അപ്പം എന്താണ് 1 1. അപ്പം എയിലെ 1 ബിയിലെ 1 ആയിട്ടായിരിക്കും. അപ്പം എയിലെ 1 ബിയിലെ 1 റിലേഷൻ. ദെൻ 1 3. അപ്പം എയിലെ 1 ബിയിലെ 3യും. ദെൻ 1 4. എയിലെ 1 ബിയിലെ 4 ആയിട്ടായിരിക്കും. ദെൻ 2 1. എയിലെ 2 ബിയിലെ 1ഉം. ദെൻ 2 2. എയിലെ 2ഉം ബിയിലെ 2ഉം. ദെൻ 3 3. എയിലെ 3യും ബിയിലെ 3യും. അപ്പം ഇങ്ങനെയായിരിക്കും നാരോ ഡയഗ്രം വരുന്നത്. 1ൽ നിന്ന് 1ലേക്കും 3ലേക്കും 4ലേക്കും, 2ൽ നിന്ന് 1ലേക്കും 2ലേക്കും, 3ൽ നിന്ന് 3ലേക്ക് മാത്രമാണ്. ഇതാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഡൊമെയിൻ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ സെറ്റിലെ ഏതൊക്കെ എലമെൻസിനാണ് ബിയുമായിട്ട് റിലേഷൻ ഉള്ളത് ആ എലമെൻറ്റ്സ് എല്ലാം കൂടി ഒരു സെറ്റാക്കി എഴുതുന്നതിനാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞ സെറ്റിലെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം കൂടെ സെറ്റാക്കി എഴുതിയാൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഡൊമെയിൻ എന്ന് പറഞ്ഞത് എന്ത് വരും? ഫസ്റ്റ് സെറ്റ് എലമെൻറ്റ്സ് ഏതാ? 1. വീണ്ടും 1 ആണ്, അപ്പോൾ നമുക്കത് എഴുതണ്ട. ദെൻ സെക്കൻഡ് 2. ദെൻ റിപ്പീറ്റ് 2 ആണ്, വേണ്ട. അപ്പം 3. നെക്സ്റ്റ് എന്താണ്? 3. 1 2 3 ആയിരിക്കും ഡൊമെയിൻ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് 1 2 3 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത റേഞ്ച് എന്ന് പറഞ്ഞ സെറ്റിന് ബി എന്ന് പറഞ്ഞ സെറ്റിലെ ഏതൊക്കെ എലമെൻസുമായിട്ടാണ് റിലേഷൻ ഉള്ളത് നോക്കാം. എ എന്ന് പറഞ്ഞ സെറ്റിന് ബി എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻസിൽ റിലേഷൻ ഉള്ളത്, അതായത് 1ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറയുന്നത് ബിയിലെ 1ഉമായിട്ടാണ് റിലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1ൻ്റെ ഇമേജ് ആണ് 1. ദെൻ 1 3 ആയിട്ടും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 1ൻ്റെ ഇമേജ് 3 ആണ്. ദെൻ 1 4ആയിട്ടും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 4 എന്ന് പറയുന്നത് 1ൻ്റെ ഇമേജ് ആണ്. പിന്നെ എന്താണ്? 2ന് 1ഉമായിട്ടും റിലേഷൻ ഉണ്ട്, 2ന് 2 ആയിട്ടും റിലേഷൻ ഉണ്ട്. അപ്പം 2ൻ്റെ ഇമേജ് ആണ് 1, 2ൻ്റെ ഇമേജ് ആണ് 2. 3യുടെ ഇമേജ് ആണ് 3. എ ടു ബി റിലേഷൻ ആണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻസിൻ്റെ ഇമേജുകളുടെ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ ടു ബി റിലേഷൻ ആണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻസിൻ്റെ ഇമേജുകളുടെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഓർഡേർഡ് പെയറിൽ സെക്കൻഡ് എഴുതുന്ന എലമെൻറ്റ്സ് എല്ലാം കൂടി സെറ്റാക്കി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? സെറ്റ് ഓഫ് 1 10 3 10 4 then we repeat 1 വന്നു, then 2 then 3 നമ്മൾ ഓൾറെഡി എഴുതിയപ്പോൾ 1 2 3 4 ആയിരിക്കും നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞത് 1 2 3 4 ആയിരിക്കും. ഇനി അടുത്തത് കോഡൊമെയിൻ. കോഡൊമെയിൻ എന്ന് പറയുന്നത് എ ടു ബി റിലേഷൻ ആണെങ്കിൽ ബി എന്ന് പറഞ്ഞ സെറ്റ് ആയിരിക്കും അതിൻ്റെ കോഡൊമെയിൻ എന്ന് പറയുന്നത്. എ ടു ബി റിലേഷൻ ആണെങ്കിൽ അതിൻ്റെ കോഡൊമെയിൻ എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ സെറ്റ് ആയിരിക്കും. എ ടു ബി റിലേഷൻ ആണെങ്കിൽ ബി ആയിരിക്കും അതിൻ്റെ കോഡൊമെയിൻ. അപ്പോൾ ഇവിടുത്തെ കോഡൊമെയിൻ എന്ന് പറയുന്നത് ബി ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ക്വസ്റ്റ്യൻ റിലേഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 1 3 2 6 3 9 റിലേഷൻ ഫ്രം എ ടു ബി ആണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 4, ബി എന്ന് പറഞ്ഞ സെറ്റ് 3 6 9 12 15. അങ്ങനെയാണെങ്കിൽ ഡൊമെയിനും റേഞ്ചും കോഡൊമെയിനും കണ്ടുപിടിക്കാം. റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡൊമെയിൻ നമുക്ക് എങ്ങനെ എഴുതാം? ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം സെറ്റാക്കി എഴുതിയാൽ മതി. അപ്പോൾ എന്ത് വരും?
ഓഫ് 1 2 3. ഇവിടുത്തെ ഫസ്റ്റ് ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 2 3. 1 2 3 ആയിരിക്കും ഡൊമെയിൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് റേഞ്ച് നോക്കാം. സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ റേഞ്ച് എഴുതുന്നത് എങ്ങനെയാണ്? ഓർഡേഡ് പെയറിലെ സെക്കൻഡ് എലമെന്റ്സിനെ എല്ലാം സെറ്റ് ആക്കി എഴുതിയാൽ മതി. അപ്പോൾ എന്ത് വരും? 3 6 9. ഇപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് 3 6 9. കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? A to B റിലേഷൻ ആണെങ്കിൽ B ആണ് അതിൻ്റെ കോഡൊമെയിൻ എന്ന് പറയുന്നത്. എന്താണ്? സെറ്റ് ഓഫ് 3 6 9 12 15 18 എന്ന് വരും കോഡൊമെയിൻ എന്ന് പറയുന്നത്. 9 12 15 18. Let A equal to 1 2 3 etc. up to 14. R is a relation on A defined by R equal to set of ordered pair xy such that 3x minus y equal to 0 where xy element of A. Write R in tabular form. Second question, find the domain and range of R. ഇവിടെ എന്താണ് പറയുന്നത്? R എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. xy such that 3x minus y equal to 0 xy element of A. അപ്പോൾ ഇവിടെ എന്താണ്? A to A റിലേഷൻ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം R എന്ന് പറയുന്ന റിലേഷൻ ഫ്രം A to A ആണ്. R is a relation from A to A ആണ്. A എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. 1 തൊട്ട് 14 വരെയുള്ള നമ്പേഴ്സ് ആണ് A എന്ന് പറഞ്ഞ സെറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടാബുലർ ഫോമിൽ എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടാബുലർ ഫോമിൽ എഴുതാനാണെങ്കിൽ ഈ റിലേഷൻ നമുക്ക് നോക്കണം. ടാബുലർ ഫോം R ഈക്വൽ ടു സെറ്റ് ഓഫ് എന്താണ്? ഫസ്റ്റ് 3x മൈനസ് y ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്ന റിലേഷൻ. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? 3x y ഈക്വൽ ടു 3x എന്ന് എഴുതാമല്ലോ. y ഈക്വൽ ടു 3x എന്ന് എഴുതാം. x എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്റ് ഓഫ് A. അപ്പോൾ A എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ് ആണ് x. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് എലമെന്റ് ഏതാണ്? 1. അപ്പോൾ 3 into 1 3 വരും. അപ്പോൾ x 1 ആകുമ്പോൾ y എന്ന് പറയുന്നത് 3 ആയിരിക്കും. നെക്സ്റ്റ് x എന്ന് പറയുന്നത് 2 കൊടുക്കുമ്പോൾ y എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 into 2 6 വരും. x 3 കൊടുക്കുമ്പോഴോ 3 into 3 9 വരും. x 4 കൊടുക്കുമ്പോൾ 3 into 4 12 വരും. x 5 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് 3 into 5 15 വരും. x 6 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് 3 into 6 18 വരും. x എന്ന് പറയുന്നത് 7 കൊടുക്കുമ്പോൾ y എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 into 7 21. x 8 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് 3 into 8 വരും 24. 9 കൊടുക്കുമ്പോൾ y എന്ത് വരും? y ഈക്വൽ ടു 3 into 9 27. x ഈക്വൽ ടു 10 കൊടുക്കുമ്പോൾ 3 into 10 30 വരും. x എന്ന് പറയുന്നത് 11 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് 3 into 11 33 വരും. x 12 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് 12 into 3 36 വരും. x എന്ന് പറയുന്നത് 13 കൊടുക്കുമ്പോൾ y എന്ത് വരും? 3 into 13 വരും. എത്രയാണ്? 39. x എന്ന് പറയുന്നത് 14 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് എന്ത് വരും? 3 into 14 വരും. അപ്പോൾ എത്ര? 2 എന്ന് വരും. 3 into 14 എന്ന് പറയുന്നത് 42 എന്ന് വരും. പക്ഷേ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? y എന്ന് പറയുന്നതും എയിലെ എലമെന്റ്സ് ആണ്. അപ്പം വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 തൊട്ട് 14 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഏതാണ്? y ഈക്വൽ ടു 15 എന്നുള്ളത് പോസിബിൾ അല്ല, 18 എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ എവിടം വരെ ഉള്ളൂ പോസിബിളായിട്ട് വരുന്നത്? ഇവിടം വരെ ഉള്ളൂ പോസിബിളായിട്ട് വരുന്ന സെറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? y എന്ന് പറയുന്നതും A എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ് തന്നെയാണ്. A എന്ന് പറഞ്ഞ സെറ്റിൽ 1 തൊട്ട് 14 വരെ ഉള്ളൂ. അപ്പം yയുടെ വാല്യൂവും 14നേക്കാളും കൂടാൻ പാടില്ല.
അപ്പോൾ എന്ത് മതി, നമുക്ക് x=4 വരെ ചെയ്ത് നോക്കിയാൽ മതി, ബാക്കി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് വരും, നമ്മുടെ ആൻസർ എന്ത് വരും, 1 വരുമ്പോൾ 3, then 2 വരുമ്പോൾ y എന്ന് പറയുന്നത് 6, then 3 വരുമ്പോൾ എന്താണ് ആൻസർ 9, 4 വരുമ്പോൾ 12. അപ്പോൾ 6 എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് ഓഫ് 1, 3, 2, 6, 3, 9, 4, 12. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, റൈറ്റ് ആർ ഇൻ ടാബുലർ ഫോം. അപ്പോൾ നമ്മൾ ആർ എന്ന് പറയുന്നത് ടാബുലർ ഫോമിൽ എഴുതി. സെറ്റ് ഓഫ് 1, 3, 2, 6, 3, 9, 4, 12 ആണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർ അറിയാമെങ്കിൽ എന്ത് എഴുതിയാൽ മതി, ആറിലെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ്സ് എല്ലാം കൂടെ സെറ്റ് ആക്കി എഴുതിയാൽ മതി. അപ്പോൾ എന്ത് വരും, ഡൊമെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ്സ് ഏതാ, 1, 2, 3, 4. റേഞ്ച് എന്ത് വരും, ഇമേജുകളുടെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഇമേജ് എന്ന് പറഞ്ഞ ഏതാണ്, നമ്മുടെ ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെന്റ്സ് ആണ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് വരും, സെറ്റ് ഓഫ് 3, 6, 9, 12. ഇവിടുത്തെ കോഡൊമെയിനും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വന്നേനെ, A to A റിലേഷൻ ആണ്. അപ്പോൾ കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും, A തന്നെയായിരിക്കും അതിൻ്റെ കോഡൊമെയിൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് A = 1, 2, 3, 4, 6 and R be relation on A defined by R = ordered pair AB such that AB element of A, B is exactly divisible by A. Write R in raster form. Find the domain and range of R. R എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് എ ബി, ബി is exactly divisible by A. ആർ എന്ന് പറഞ്ഞ സെറ്റിൽ എ ബി എന്ന് എഴുതണമെങ്കിൽ ബി എന്ന് പറയുന്നത് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ ആയിരിക്കണം. ബി എന്ന് പറയുന്നത് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ ആയിരിക്കണം. എ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ ആയിരിക്കണം. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും എയിലെ എലമെന്റ് ആണ്. എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സ് ആണ്. നമുക്ക് നോക്കാം. ആർ = സെറ്റ് ഓഫ് എല്ലാ നമ്പേഴ്സിനും എക്സാക്ട്ലി ഡിവിസിബിൾ ചെയ്യാമല്ലോ. 1 യൂസ് ചെയ്ത് നമുക്ക് എക്സാക്ട്ലി ഡിവിസിബിൾ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് പറയാം, സെറ്റ് ഓഫ് 1, 1, 1, 2, 1, 3, 1, 4, 1, 5, 1, 6. ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ നമുക്ക് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും, ആ നമ്പർ കൊണ്ട് തന്നെ എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 2, 2 എന്ന് എഴുതാം, 3, 3 എന്ന് എഴുതാം, then 4, 4 എന്ന് എഴുതാം, then 6, 6 എന്ന് എഴുതാം. എ എന്ന് പറഞ്ഞ 2 ആക്കി എടുത്താൽ ബി എന്ന് പറഞ്ഞ എലമെന്റ്സ് ഏതൊക്കെ വരും, 4നെ 2 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 2, 4 എന്ന് എഴുതാം. then 6നെ 2 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് 2, 6 എന്ന് എഴുതാം. then അടുത്തത് 3 അല്ലേ, 3 എടുക്കുമ്പോൾ എന്ത് വരും, 4നെ എക്സാക്ട്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. then 3, 2 എന്നും എടുക്കാൻ പറ്റില്ല, കാരണം എന്നാ 2 എന്ന് പറയുന്നത് 3 ആയിട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ അല്ല. then 3, 1 എന്നും എടുക്കാൻ പറ്റില്ല, കാരണം എന്താണ് പറയുന്നത് 3 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ അല്ല, അപ്പോൾ അതും പറ്റില്ല. ഇനിയും എന്താണ് ഉള്ളത്, 3, 6 എന്ന് എടുക്കാം, കാരണം എന്താണ് 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് വരാം, 3, 6. 10 4 കൊണ്ട് ഏതെങ്കിലും പറ്റുമോ, 4 കൊണ്ട് ഏതിനെങ്കിലും എക്സാക്ട്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റുമോ, ഇല്ല. 6 കൊണ്ട് ഏതിനെങ്കിലും എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് 1, 1, 1, 2, 1, 3, 1, 4, 1, 5 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് അല്ല, അപ്പോൾ നമുക്ക് ഇതില്ല.
അപ്പം എന്താണ് ആൻസർ? R എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 1 1 1 2 1 3 1 4 1 6 2 2 3 3 4 4 6 6 2 4 2 6 3 6 ആയിരിക്കും. ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് സെറ്റ് എല്ലാം കൂടെ എഴുതിയാൽ മതി. എന്ത് വരും? ഫസ്റ്റ് സെറ്റ് ഏതാണ്? 1 then 2 then 3 4 6. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്ത് വരും? ഡൊമെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് എലമെന്റ്സ് എല്ലാം അപ്പോൾ ഏതൊക്കെയാണ്? 1 then 2 then 3 then 4 then 6. 1 2 3 4 6 ആയിരിക്കും ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇനി റേഞ്ച് എന്താണെന്ന് നോക്കാം. റേഞ്ച് എന്ന് പറയുന്നത് ഇമേജുകളുടെ സെറ്റിനാണ്. ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെന്റ്. അപ്പോൾ ഏതൊക്കെയാണ്? 1 2 3 4 6. ഇതെല്ലാം എഴുതിയില്ലേ? 1 2 3 4 6 ആയിരിക്കും റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്ത ടോപ്പിക്ക് ഫങ്ഷൻ ആണ്. ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻ തന്നെയാണ്. റിലേഷൻ്റെ അകത്തെ ഓരോ എലമെൻസിനും ഓരോ ഇമേജ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓരോ എലമെൻസിനും ഓരോ ഇമേജ് മാത്രമേ ഉണ്ടായിരിക്കാവുള്ളൂ. അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. ഫങ്ഷനെ എഴുതുന്നത് F:(A⁴B). റീഡ് ചെയ്യുന്നത് ഫങ്ഷൻ ഫ്രം A to B എന്നാണ്. ഫങ്ഷൻ ഫ്രം A to B എന്നാണ് റീഡ് ചെയ്യുന്നത്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? A to B റിലേഷൻ ആണെങ്കിൽ A എന്ന് പറഞ്ഞ സെറ്റിലെ ഓരോ എലമെന്റ്സിനും ഓരോ ഇമേജ് മാത്രമേ വരാവുള്ളൂ. അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ്? 1ന്റെ ഇമേജ് ഏതൊക്കെയാണ്? Pയും Qയും ഉണ്ട്. 1P എന്നും 1Q എന്നും നമുക്ക് റിലേഷൻ എഴുതാം. ദെൻ 2ന്റെ ഇമേജ് ഏതാണ്? Q. അപ്പോൾ 2Q. ദെൻ 3യുടെ ഇമേജ് ഏതാണ്? 3Q 3R. Qയും Rഉം 3യുടെ ഇമേജ് ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമ്മുടെ R എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് 1P 1Q 2Q 3Q 3R. ഇവിടെ എന്താണ്? 1ന് തന്നെ 2 ഇമേജുകളുണ്ട്. 1ന്റെ ഇമേജ് ആണ് Pയും Q. 2ന്റെ ഇമേജ് ആണ് Q. 3യുടെ ഇമേജ് ആണ് Qയും R. 1നും 3ക്കും 2 ഇമേജ് വീതമാണുള്ളത്. അപ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ ഇമേജസ് ഒരു എലമെന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഫങ്ഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ നോക്കാം. ഇവിടെ എന്താണ്? എയുടെ ഇമേജ് 2 മാത്രമേ ഉള്ളൂ. ബിയുടെ ഇമേജ് 3 മാത്രമേ ഉള്ളൂ. സിയുടെ ഇമേജ് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ABC എന്ന് പറയുന്നതിന് എക്ക് ഒരു ഇമേജേ ഉള്ളൂ, ബിക്ക് ഒരു ഇമേജേ ഉള്ളൂ, സിക്ക് ഒരു ഇമേജേ ഉള്ളൂ. ഓരോന്നിനും ഓരോ ഇമേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അതൊരു ഫങ്ഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ്? R എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു റോസ്റ്റർ ഫോമിൽ R എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്ത് നോക്കിയാൽ മതി? സെറ്റിലെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഫങ്ഷൻ അല്ല. റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഒരു ഫങ്ഷനാണ്. ഫങ്ഷൻ ഫ്രം A to B ആണെങ്കിൽ A എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഓരോ ഇമേജ് വീതം ഉണ്ടായിരിക്കണം. A എന്ന് പറഞ്ഞ സെറ്റിലെ ഓരോ എലമെന്റ്സിനും ഓരോ ഇമേജേ പാടുള്ളൂ. ഓരോ എലമെന്റ്സിനും ഇമേജ് ഉണ്ടായിരിക്കുകയും വേണം. ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുവാണെങ്കിൽ ഫസ്റ്റ് എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെന്താണ്? Aയിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ ഫ്രം A to B എന്ന് പറയുമ്പോൾ A എന്ന് പറഞ്ഞ സെറ്റ് തന്നെ ആയിരിക്കില്ലേ അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്? ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് വരുന്ന എലമെന്റ്സ് എല്ലാം കൂടി എഴുതുന്ന സെറ്റിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം A എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടായിരിക്കണം, അതൊരു ഫങ്ഷൻ ആകണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഫങ്ഷൻ ഫ്രം A to B എന്ന് പറയുന്നതിൽ A എന്ന് പറഞ്ഞ സെറ്റ് തന്നെ ആയിരിക്കും അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇനി റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമേജുകളുടെ സെറ്റിനെ തന്നെയാണ് റേഞ്ച് എന്ന് വിളിക്കുന്നത്. ദെൻ കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? A to B ഫങ്ഷൻ ആണെങ്കിൽ B തന്നെയായിരിക്കും അതിൻ്റെ കോഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പം ഫങ്ഷൻ ഫ്രം A to B ആണെങ്കിൽ A തന്നെയായിരിക്കും അതിൻ്റെ ഡൊമെയിൻ, B തന്നെയായിരിക്കും അതിൻ്റെ കോഡൊമെയിൻ. ഇമേജുകളുടെ സെറ്റാണ് എന്താ? റേഞ്ച് എന്ന് പറയുന്നത്. ഇത് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് സെറ്റ് എലമെന്റ്സ് എല്ലാം തന്നെയാണ് ഡൊമെയിൻ, സെക്കൻഡ് സെറ്റ് എലമെന്റ്സ് എല്ലാം തന്നെയാണ് റേഞ്ച്.
ബി എന്ന് പറഞ്ഞ സെറ്റാണ് കോഡോമൈൻ എന്ന് പറയുന്നത്. ഇനി ഫങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ഫോക്കസ് ഏരിയയിലുള്ളത് കുറച്ച് ഫങ്ഷൻസും അതിൻ്റെ ഗ്രാഫും ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ഫങ്ഷൻസും അതിൻ്റെ ഗ്രാഫും ബൈ ഹാർട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫങ്ഷൻ. ഐഡൻറ്റിറ്റി ഫങ്ഷൻ നമ്മൾ ഫിസിക്സിൻ്റെ അകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ഐഡൻറ്റിറ്റി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ വൈയും ചേഞ്ച് ചെയ്യും. എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ വൈയും ചേഞ്ച് ചെയ്യും. അതായത് എക്സ് ഈക്വൽ ടു വൈ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഗ്രാഫ് എന്ത് വരും? ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ത് ഐഡൻറ്റിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ്. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഐഡൻറ്റിറ്റി ഫങ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ വൈയും ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു വൈ എന്നാണ് ഇക്വേഷൻ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ് ഇക്വേഷൻ. അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതിൻ്റെ ഗ്രാഫ് വരുന്നത്. അടുത്ത ടോപ്പിക്ക് കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ. കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സിൻ്റെ വാല്യൂ 2 എന്നായിരിക്കും. അപ്പോൾ എന്താണ്? അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ആൻസർ വരും. അപ്പം വൈ ഈക്വൽ ടു 3 എന്നാണെങ്കിൽ എന്താണ്? വൈ ആക്സിസിൽ 3 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ എന്താ? വൈ ഈക്വൽ ടു എ ആണെങ്കിൽ ഇപ്പോൾ ഏതാണോ കോൺസ്റ്റൻറ്റ് വാല്യൂ, അപ്പോൾ വൈ ഈക്വൽ ടു എ എന്നോ സി എന്നോ അങ്ങനെ വല്ലതായിരിക്കും അതിൻ്റെ ഈ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പോളിനോമിയൽ ഫംഗ്ഷൻ എന്തൊക്കെയാകാം? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അതായത് ലീനിയർ പോളിനോമിയൽ ഫംഗ്ഷൻ ആകാം. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആകാം. അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി പോളിനോമിയൽ, അതായത് ക്യൂബിക് ഇക്വേഷൻ ആകും. അപ്പോൾ ഏതൊക്കെയാണ്? ലീനിയർ ഇക്വേഷൻ ആകാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകാം, ദെൻ ക്യൂബിക് ആകാം, ദെൻ അതിൽ കൂടുതൽ ഡിഗ്രി വരുന്ന ഏത് പോളിനോമിയൽ വേണമെങ്കിലും. ലീനിയർ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ തന്നെയായിരിക്കും ലീനിയർ പോളിനോമിയലായിട്ട് വരുന്നത്. ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് എങ്ങനെ വരും? ഏകദേശം ഇതുപോലെ ആയിരിക്കും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരുന്നത്. ഇനി തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ ഏകദേശം ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളത് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നായിരിക്കും. അടുത്ത എന്താണ്? റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് ഫോമിൽ എഴുതാൻ പറ്റുന്നതിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റാഷണൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. റാഷണൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് where h of x not equal to 0. റാഷണൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അടുത്തത് മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എന്താണ്? y ഈക്വൽ ടു മോഡുലസ് എക്സ് എന്നായിരിക്കും എൻ്റെ ഇക്വേഷൻ വരുന്നത്. y ഈക്വൽ ടു മോഡുലസ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? നെഗറ്റീവ് സൈൻ വന്നാലും മോഡുലസ് വരുമ്പം നെഗറ്റീവ് നമുക്ക് ഇഗ്നോർ ചെയ്ത് എഴുതാം. അപ്പം നെഗറ്റീവ് വന്നാലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് വന്നാലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? x greater than or equal to 0, then minus x4 x less than or equal to 0. equal to modulus 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? x4 x greater than or equal to 0 and minus x4 x less than or equal to 0. modulus of minus 5 എന്ന് വന്നിരുന്നെങ്കിൽ ആൻസർ എന്താണ്? 5 ആയിരിക്കും. modulus of 5 എന്ന് പറഞ്ഞാലും ആൻസർ 5 ആയിരിക്കും. അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? എന്താ പറഞ്ഞേ? എല്ലാം പോസിറ്റീവാണ്. ഇപ്പം നെഗറ്റീവ് ആൻസർ വന്നാലും 1 വന്നാൽ ആൻസർ
മോഡുലസ് ഓഫ് 1 പറഞ്ഞാൽ ആൻസർ 1 ആയിരിക്കും. മോഡുലസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആയിരിക്കും. മോഡുലസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആയിരിക്കും. മോഡുലസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആയിരിക്കും. മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആയിരിക്കും. അപ്പം എങ്ങനെ വരും? വി പോലെ ആയിരിക്കും നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. വി പോലെ ആയിരിക്കും നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതായിരിക്കും മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. എന്താണ്? പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഗ്രാഫ് പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും. ഗ്രാഫ് എന്ന് പറയുന്നത് വി പോലെ ആയിരിക്കും. അടുത്തത് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത് y equal to 1 for x greater than 0, then 0 for x equal to 0, then -1 for x less than 0. അപ്പം എൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? y equal to 1 for x greater than 0, then 0 for x equal to 0, then -1 for x less than 0. നമ്മുടെ ഗ്രാഫ് എന്ത് വരും? സീറോയേക്കാളും ഗ്രേറ്റർ എന്ത് വന്നാലും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. സീറോയേക്കാളും ഗ്രേറ്റർ എന്ത് വന്നാലും ആൻസർ 1 ആയിരിക്കും. 0 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു സർക്കിൾ ഇടാം. 10 0 വന്നാൽ എന്താണ്? 0 തന്നെയാണ്, അതുകൊണ്ട് നമുക്കതിനെ ഡാർക്ക് ഷെയ്ഡ് ചെയ്യാം. 10 സീറോയേക്കാളും ലെസ് എന്ത് വന്നാലും ആൻസർ -1 ആയിരിക്കും. -1 ആയിരിക്കും. അപ്പോൾ എന്ത് വരും? 0 ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട് അവിടെ ഒരു സർക്കിൾ ഇടുക. 10 ആൻസർ എന്താണ്? -1. സീറോയേക്കാളും ലെസ് എന്ത് വന്നാലും ആൻസർ -1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അടുത്തത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓർ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y equal to സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എക്സ് എന്ന് പേര്. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എക്സ് എന്ന് പറയുന്നതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1.1 വന്നാൽ ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1.999999 എത്ര വന്നാലും ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 2 എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 2.999 വന്നാലും 2 ആയിരിക്കും. ആണ് 1.11 വന്നാലും അതിന് തൊട്ട് മുമ്പുള്ള ഇൻറ്റിജർ വാല്യൂ ഏതാണ് അതായിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 1.1 വന്നാലോ 1.999 വരെ വന്നാലോ 2ന് തൊട്ട് മുമ്പുള്ള വാല്യൂ വരെ വന്നാലോ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ 2 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 2 വന്നാലോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 2.9993ക്ക് തൊട്ട് മുമ്പുള്ള ഏത് വാല്യൂ വരെ വന്നാലും എന്തായിരിക്കും ആൻസർ? 2 ആയിരിക്കും. നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1നും 2നും ഇടയ്ക്ക് എന്ത് വന്നാലും എന്തായിരിക്കും? 1 ആയിരിക്കും ആൻസർ വരുന്നത്. 1 തൊട്ട് 2 വരത്തില്ല. 2നും 3ക്കും ഇടയ്ക്ക് എന്ത് വന്നാലും എന്താണ്? 2 ആയിരിക്കും ആൻസർ. 3ക്കും 4നും ഇടയ്ക്ക് എന്ത് വന്നാലും എന്താണ്? 3 ആയിരിക്കും ആൻസർ. 0ക്കും 1നും ഇടയ്ക്ക് എന്ത് വന്നാലും എന്തായിരിക്കും? 0 ആയിരിക്കും. 0ക്കും -1നും ഇടയ്ക്ക് എന്ത് വന്നാലും എന്തായിരിക്കും? +1 ആയിരിക്കും. അപ്പം എങ്ങനെയാണ് ഇത് പോകുന്നത്? ഒരു സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നൊരു പേരും കൂടെ ഉള്ളത്. നമ്മുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ വേറൊരു പേരാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെ? സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലായിരിക്കും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എഴുതുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? റിലേഷൻ്റെ അകത്തുനിന്ന് റിലേഷൻ എന്താണെന്നും റിലേഷൻ എങ്ങനെ വന്നാലും നമുക്ക് റിലേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. റിലേഷൻ തന്നാൽ അതിൻ്റെ അകത്തുനിന്ന് ഡൊമെയിനും റേഞ്ചും കോഡൊമെയിനും എഴുതാനും അറിയണം. പിന്നെന്താണ്? ഫങ്ഷൻസ് പഠിച്ചു. ഫങ്ഷൻ എന്ന് പറയുന്നത് റിലേഷൻ തന്നെയാണ്. റിലേഷനിലെ ഓരോ എലമെൻസിനും ഓരോ ഇമേജ് മാത്രമേ ഉള്ളൂ എങ്കിലാണ് നമ്മളതിനെ ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫങ്ഷൻ്റെ അകത്ത്
നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഫംഗ്ഷനകത്ത് പഠിക്കാനുള്ളത് കുറച്ച് ഗ്രാഫും അതിൻ്റെ ഇക്വേഷൻസും മാത്രമാണ്. അപ്പോൾ ഗ്രാഫ് എല്ലാം ബൈഹാർട്ട് ചെയ്യുക, ഗ്രാഫും ഇക്വേഷൻസും ബൈഹാർട്ട് ചെയ്യുക. നമുക്ക് ഇത്രയേ ഉള്ളൂ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ. താങ്ക് യു ഓൾ.